ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളേവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. 1 കൊരിന്ത്യർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യമാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ എന്ന് വളരെ വ്യക്തമായിട്ടും വചനത്തിൽ പഠിപ്പിക്കുന്നു. ഇവിടെ ഇത് കർത്താവിൻ്റെ ഒരു പൂർണ്ണതയെക്കുറിച്ച് വളരെ വ്യക്തമായും വെളിപ്പെടുത്തുകയാണ്. കൊരിന്ത് സഭയിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭ എന്താണെന്നും അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നും എനിക്ക് നിങ്ങൾക്കും വളരെ വ്യക്തമായിട്ടും അറിയാം. ആ പശ്ചാത്തലം ഇവിടെ വിവരിക്കുവാൻ സമയം തീരെ പോരാ. അതുകൊണ്ട് കൊരിന്ത് സഭ ഒരു അവിയൽ രൂപത്തിൽ കിടന്ന ഒരു സഭയാണ്. ചിലർക്ക് വിശ്വാസമുണ്ട്, ചിലർക്ക് വിശ്വാസമില്ല, ചിലർക്ക് പൂർണ്ണതയുണ്ട്, ചിലർക്ക് അപൂർണതയുണ്ട്. ഇവിടെ ഇത് ആ സഭയ്ക്കകത്ത് പൗലോസ് അപ്പോസ്തലൻ ഇറങ്ങി നിന്ന് പറയുകയാണ്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാണ്. ഈ ലോകത്തിന്റെ സകല സൃഷ്ടിയുടെ മേലുമുള്ള അധികാരവും അവകാശവും സർവശക്തനായ ദൈവത്തിനാണ്. ഈ ലോകത്ത് സൃഷ്ടിച്ച സകലതും ദൈവത്താൽ ഉളവായതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പേ അഭിഷിക്തന്മാരെ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ സകല ദൈവികമായ ആവശ്യങ്ങളും അറിഞ്ഞ് ദൈവം നമ്മെ എന്ത് ചെയ്യും? സഹായിക്കും. ഇവിടെ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ കരയുന്നത്? എന്തിനാ ചഞ്ചലപ്പെടുന്നത്? ഉറക്കമില്ലാത്ത രാത്രികൾ പലർക്കും ഉണ്ടായിരിക്കാം. പലരും പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ഒരു പ്രതിസന്ധിയും ഒരു പ്രതികൂലങ്ങളും നിങ്ങളെ എന്ത് ചെയ്യത്തില്ല? ബാധിക്കത്തില്ല. ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കുകയില്ല. കാരണം ദൈവത്തിന്റെ പൂർണ്ണതയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന് സകലനെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ അറിയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തലയിലെ മുടി കൊഴിയുന്നത് പോലും അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ 7-ാം മാസം ഒരു പൂർണ്ണതയുടെ മാസമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രഖ്യാപിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും സംഭവിക്കത്തില്ല, ഒരു ദോഷവും സംഭവിക്കത്തില്ല, ഒരു ദുഷ്ടന്റെ ചെങ്കോലും എൻ്റെ കൂടാരത്തിനകത്ത് ഇരിക്കത്തില്ല. തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. കാരണം ഭൂമിയും അതിന്റെ പൂർണ്ണതയും ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചത് പൂർണ്ണതയോടുകൂടിയാണ്. ആരെങ്കിലൊക്കെ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ അപൂർണതയാണ്, നിങ്ങളിൽ ഒരു വളർച്ചയില്ല എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറവും ഇല്ലാതെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു പുലമ്പി നമ്മുടെ ജീവിതം ഓരോ ദിവസം തള്ളി നീക്കാതെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തി, ദൈവമേ, ഈ ലോകത്തിൽ നീ അറിയാതെ ഒന്നും ഉളവായിട്ടില്ല. ഈ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും എൻ്റെ ശുശ്രൂഷയും ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളും നീ അറിയുന്നുണ്ട്, അതിൻ്റെ പൂർണ്ണതയും നീ അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വഴികളിലും, എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളിലും നീ തക്ക തുണയാണ്. അതുകൊണ്ട് നിന്നിൽ ഞാൻ ആശ്രയം വെക്കുന്നു. നീ എനിക്ക് വേണ്ടി ചിലത് പൂർത്തീകരിക്കുവാൻ സന്നദ്ധനാണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള ദൈവപ്രവൃത്തികളെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പൂർണ്ണതയോട് കാണുവാൻ ഇടയാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.